വിശുദ്ധ കുർബാനയുടെ തീക്ഷ്ണതയാർന്ന അനുഭവങ്ങൾ. സഹനവേളകളിൽ വിശുദ്ധ കുർബാനയിൽ ആശ്രയം തേടുന്നവർ. ഇത് സലേഷ്യൻ സഭയുടെ സങ്കീർണമായ യമൻ മിഷനിൽ സേവനം ചെയ്ത ഫാദർ ഡേവിസ് ചിറപ്പണത്ത് SDB. യമനിൽ ഭീകര ആക്രമണം നേരിട്ട കാലഘട്ടത്തിലും തന്റെ വൈദിക ജീവിതത്തിലും ദിവ്യകാരുണ്യ ഈശോ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഡേവിസ് അച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ഫാദർ ഡേവിസ് ചിറപ്പണത്ത്. ഞാൻ സലേഷ്യൻ സഭാംഗമാണ്. എൻ്റെ വീട് അന്നനാടാണ്, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകാംഗം. ഒത്തിരിയേറെ സന്തോഷം ഇന്ന് എൻ്റെ കൊച്ചു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട്. ഞാൻ ഏതാനും വർഷങ്ങൾ യമനിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് യമനിലുണ്ടായിരുന്ന സിറ്റുവേഷൻസ്, അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ നമുക്ക് ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഭാഷ നമുക്കറിയത്തില്ല, അവിടുത്തെ സ്ഥലം അറിയത്തില്ല, അവിടുത്തെ ആളുകളെ പരിചയമില്ല. അതുമല്ല, നമ്മളെപ്പോഴും ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവിടുത്തെ സംഘർഷാവസ്ഥയുടെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിരുന്നു ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. കാരണം അവിടേക്ക് പോകാനായിട്ട് പ്രൊവിൻഷ്യൽ എന്നോട് ചോദിച്ചപ്പോൾ ആദ്യം അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ അവസ്ഥ മനസ്സിലായതുകൊണ്ട് ഞാൻ എത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഒത്തിരിയേറെ പേരെ പ്രത്യേകിച്ച് തലസ്ഥാനത്ത് കൊല്ലപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ചെന്നിറങ്ങുക എന്നുള്ളത് എനിക്ക് വലിയ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 10-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ് പറയുക: നീ എൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിച്ചാൽ നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും. മിശിഹായിലെ പ്രിയമുള്ളവരെ, ഈ ഒരു വചനമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തി ഈ അവസ്ഥയിലേക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എന്നെ വിട്ടത്. അവിടെ ചെല്ലുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ ജംഗ്ഷനുകളിലെല്ലാം പീരങ്കി, ചില കടകളിലൊക്കെ നോക്കുമ്പോൾ അവിടെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷം പലപ്പോഴും വെടികൊണ്ടതിൻ്റെ തുളകൾ, ചില കെട്ടിടങ്ങൾ കത്തി നശിച്ച അവസ്ഥകൾ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകര അന്തരീക്ഷത്തിനുള്ളിൽ ആയിരിക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമായിരുന്നില്ല. പലപ്പോഴും മാനുഷികമായിട്ട് ഭയത്തിൻ്റെ മേഖലകളിലൂടെ ഞാൻ കടന്നുപോയി. ചിലപ്പോൾ ഒന്ന് വിളിക്കാനോ ആശ്വസിപ്പിക്കാനോ ആരുമില്ലാത്തൊരവസ്ഥ. ആകെയുള്ളത് നമുക്ക് മറ്റുള്ളവർക്കൊരു ശുശ്രൂഷ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വ്യക്തികൾ, അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഒരു ആശ്വാസവും ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശം. പക്ഷേ മാനുഷികമായിട്ട് ചിലപ്പോഴൊക്കെ രാത്രിയിൽ, പകൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ സമയം തള്ളി നീക്കും. പക്ഷേ രാത്രിയാകുമ്പോൾ കിടക്കാറാകുമ്പോൾ പലപ്പോഴും ഒച്ച കേൾക്കുമ്പോൾ, വെടിയൊച്ച കേൾക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പേടി തോന്നും. ചിലപ്പോൾ ഞങ്ങളുടെ താമസിച്ചിരുന്ന ടെറസിൻ്റെ മുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ വെടിയുണ്ടകൾ കിടക്കുന്നു കാണാം. അപ്പോൾ ഉള്ളിൽ വീണ്ടും ഭയം കൂടും. പക്ഷേ ചില സമയത്ത് ഉറങ്ങാൻ നേരത്ത് ചിലപ്പോൾ ഉറക്കം കിട്ടാതെ വരുമ്പോഴും ഞാൻ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് തൈസ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ശരിക്കും ഒന്ന് തുറന്നാൽ അൾത്താരയാണ്. ചിലപ്പോൾ പേടി തോന്നുമ്പോൾ ഞാൻ വേഗം തുറന്ന് അൾത്താരയുടെ മുമ്പിൽ വന്നിരിക്കും. ചിലപ്പോൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു അനുഭവമായിരുന്നു. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഒരു വ്യക്തി തരുന്ന ശരിക്കും പറഞ്ഞാൽ ധൈര്യത്തെക്കാളും വലിയ ഒരു ധൈര്യമാണ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബോധ്യം. തീർച്ചയായിട്ടും അത് എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും ഇതുപോലുള്ളൊരു അനുഭവത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. കാരണം നമ്മൾ പലപ്പോഴും ദിവ്യകാരുണ്യത്തിൻ്റെ അല്ലെങ്കിൽ ദിവ്യബലിയുടെ ശക്തി തിരിച്ചറിയാതെ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഇന്ന് പലർക്കും ദിവ്യബലിക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, അതല്ലെങ്കിൽ കുമ്പസാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആരാധന നടന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിലേക്ക് ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളും പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങൾ ആയിത്തീരുന്ന അവസ്ഥകളാണ്. അപ്പോൾ ഈ ഒരവസ്ഥയിൽ പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആ വലിയ ശക്തി നമ്മളിന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ ദിവ്യകാരുണ്യ അനുഭവം അല്ലെങ്കിൽ ദിവ്യബലി അനുഭവമാണ് എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തി യമനിൽ അത്രയും നാൾ അവിടെ നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ഇപ്പോൾ ചിന്തിക്കുമ്പോഴാണ് ചില സമയത്തൊക്കെ
യമനിലെ ഓരോ കാര്യങ്ങൾ വാർത്തകളിലും ഒക്കെ വരുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കും, എങ്ങനെയാണ് 2 വർഷങ്ങൾ അവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചത്. മിശിഹായിൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചതുപോലെ തീർച്ചയായിട്ടും നമുക്കെല്ലാം ദിവ്യകാരുണ്യ ശക്തി എനിക്ക് വ്യക്തിപരമായിട്ട് ഒത്തിരി പ്രചോദനവും അതുപോലെ തന്നെ കൃപയും ദൈവം പ്രത്യേകമായിട്ട് നൽകിയതുപോലെ, അല്ലെങ്കിൽ ധൈര്യം പകർന്നു തന്നതുപോലെ, അല്ലെങ്കിൽ ജോഷുവയുടെ പുസ്തകത്തിൽ ഞാൻ കൂടെയുണ്ട് മോനെ എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്ക് പ്രത്യേകമായിട്ട് ആ 2 വർഷങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് ലഭിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് ഞാൻ പോണേ എന്ന് ചിന്തിച്ചെങ്കിലും, പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ ദൈവത്തോട് ചേർന്നിരുന്ന എൻ്റെ കൂടെ ഈശോ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യമാണ് ഇന്നെനിക്കുള്ളത്. ഇന്ന് പ്രത്യേകമായിട്ട് ഈ ഒരു അനുഭവം ദൈവം എനിക്ക് തന്നതിനെ ഓർത്ത് ഇന്ന് എപ്പോഴും എൻ്റെ ഉള്ളിൽ നന്ദിയാണ്. കാരണം ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ ആ അവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഒത്തിരിയേറെ പ്രസംഗങ്ങൾ ഒരുങ്ങാനും ബൈബിള് വായിക്കുവാനും മറ്റ് പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ഒത്തിരിയേറെ അവസരങ്ങൾ എനിക്ക് ലഭിക്കുകയായിരുന്നു. കാരണം നമ്മൾ വേറെ ആരും ഞങ്ങളെ കാണാൻ വരുന്നില്ല. ആകെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇടവകയിലെ ജനങ്ങൾ ചിലപ്പോൾ കുർബാനയ്ക്ക് വരുന്നു. അതും വളരെ കുറച്ച് പേര് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒത്തിരിയേറെ ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരു അനുഭവമായിരുന്നു ആ വർഷങ്ങൾ ഞാൻ കടന്നുപോയത്. ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും ഈ ഒരു അനുഭവം, ദിവ്യകാരുണ്യ അനുഭവം, ദിവ്യബലി അനുഭവം, കാലത്തെഴുന്നേറ്റ് ദിവ്യബലിക്ക് ഓടാനുള്ളൊരു കൃപ ഇതിലൂടെ ദൈവം നിങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, ആർത്തുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. എൻ്റെ മറ്റൊരു ദിവ്യകാരുണ്യ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരിക്കലൊരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയം അസിസ്റ്റൻ്റ് വികാരിയായിട്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്കറിയാം ഈ വൈകുന്നേരങ്ങളിൽ ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് കുടുംബ യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഇതുപോലെ തന്നെ കുടുംബ ഭാരവാഹികളുമായിട്ട് ഒരു വീട്ടിലേക്ക് ഇതുപോലെ ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് അവിടുത്തെ കുടുംബനാഥൻ, നമുക്കറിയാം വൈകുന്നേരങ്ങളിൽ ചിലപ്പോഴൊക്കെ നല്ല അഭിഷേകത്തിലിരിക്കുകയായിരിക്കും, മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ആ സഹോദരന് ഞാൻ കയറി ചെന്നപ്പോൾ, പ്രത്യേകിച്ച് വെള്ളൊടുപ്പിലൊക്കെ ചെന്നപ്പോൾ ആ ചേട്ടന് അസ്വസ്ഥത തോന്നി കാണണം. ആ ചേട്ടൻ എന്തൊക്കെയോ ഇരുന്നു വളരെ മോശമായിട്ടിരുന്ന് പറയുന്നുണ്ട്. ഈ നേരത്താണോ വരാൻ കയറിയത് കണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പക്ഷേ ബാക്കിത്തൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാരവാഹികൾക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു മാനുഷികമായിട്ട്. പക്ഷെ ഞാൻ അപ്പോൾ അവർ പെട്ടെന്ന് ചൂടാകാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പങ്കെടുത്ത് കുടുംബ യൂണിറ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ശാന്തമായിട്ട് ഞങ്ങൾ തിരിച്ച്, ഈ ചേട്ടനോടൊന്നും പറയാനും പോയില്ല, ഒന്നുമില്ല, തിരിച്ചു പോന്നു. പിന്നത്തെ ദിവസം ദിവ്യബലിയുടെ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഈ സഹോദരൻ്റെ മുഖം ഓർമ്മ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു കുർബാനയുടെ സമയത്ത്. അത് കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് ജനങ്ങൾ പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മേടയിലേക്ക് പോയില്ല. അതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ ഒരു ചേട്ടൻ അവിടേക്ക് കയറി വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പിന്നീട് മനസ്സിലായി, തലേ ദിവസം എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞ ഈ ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ചേട്ടനോട് ഞാൻ സമാധാനമായിട്ട് ഒന്നും തലേ ദിവസത്തെ കാര്യം ഒന്നും മനസ്സിൽ വയ്ക്കാതെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ചേട്ടന് തലേ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് ബോധം വന്നപ്പോൾ ഭയങ്കര സങ്കടമായി. അത് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ എന്നോട് ക്ഷമ ചോദിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി,
ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏതു കാര്യവും നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറം ദൈവം ഇടപെടുമെന്ന്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഈ ചേട്ടൻ ഇത് പറയുമ്പോൾ ഞാനൊന്ന് ദേഷ്യപ്പെടുകയോ കയർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ഭാരവാഹികൾ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം നടക്കത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാം ശാന്തമായിട്ടിരുന്നു കൊണ്ട് ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ചേട്ടന് വലിയ മാറ്റം വരുന്നത് ഞങ്ങൾ കണ്ടു. ഇത് കഴിഞ്ഞപ്പോൾ എന്നെ വികാരിയച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാണ് ആ ചേട്ടൻ നിന്നെ കാണാൻ വന്നത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഈ ചേട്ടൻ ഒരിക്കലും, ഞാനവിടെ പള്ളിയിൽ പുതുതായിട്ട് എത്തിയതായിരുന്നു, ഈ ചേട്ടൻ അവിടെ പള്ളിയിൽ പോലും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് വികാരിയച്ഛൻ അറിയായിരുന്നു, വർഷങ്ങളായിട്ട് ആ അച്ഛൻ അവിടെയാണ്. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് വന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ തലേ ദിവസം ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നടന്നു, അപ്പോൾ അത് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നതാണ്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെയൊക്കെ പലപ്പോഴും ഓരോ കൊച്ചു കൊച്ചു വിഷമങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ പ്രതികരിക്കാറുണ്ട് അല്ലേ? പക്ഷേ എനിക്ക് തോന്നുകയാണ്, എൻ്റെ വ്യക്തിപരമായിട്ട് അനുഭവം എന്നെ പഠിപ്പിച്ചതാണ്, നമ്മളവിടേക്കെല്ലാം പ്രതികരിക്കാതെ ശാന്തമായിരുന്നു കൊണ്ട് ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ അനുഭവമാണ്. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. എനിക്കതൊരു വലിയൊരു അനുഭവമായിട്ട് മാറി. നമ്മൾ ശാന്തമായിട്ടിരുന്നു കൊണ്ട് ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ബോധ്യത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം ദൈവം ആ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കും തോറും ദൈവം നമ്മളോട് അടുക്കുന്ന ഒരു വ്യക്തിപരമായ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. അന്ന് മുതൽ കൊച്ചു കൊച്ചു വിഷമങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതികരിക്കുന്നതിന് പകരമായിട്ട്, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം തീർച്ചയായിട്ടും, പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈശോ ശാന്തമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ ശാന്തമായിരുന്നു കൊണ്ട് അവരെല്ലാം ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ബോധ്യം എനിക്ക് അന്നത്തെ ആ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് ദൈവം പ്രദാനം ചെയ്യുകയായിരുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. ഇന്ന് മറ്റൊരു ദിവ്യകാരുണ്യ ബോധ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഞാനൊരു ഇടവകയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ടിരിക്കുന്ന സമയം, അവിടെ തൊട്ടടുത്ത് ഇതുപോലെ തന്നെ തിരുസ്വരൂപത്തിൽ നിന്ന് രക്തം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അടയാളങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ദിവ്യബലിക്ക് പോലും ഞായറാഴ്ച പോലും വരാത്ത ഒരു സഹോദരൻ ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ പോവുകയാണ്. ഞാൻ ഇങ്ങനത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഒത്തിരിയേറെ അടയാളങ്ങൾ സഭ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് യാഥാർത്ഥ്യമായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കൂടി. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഞായറാഴ്ച ഞാൻ ദിവ്യബലിയിൽ എൻ്റെ ബോധ്യം ഇപ്രകാരം ഞാൻ പറഞ്ഞു, നമ്മുടെ അനുദിന ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഈ അൾത്താരകളിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ഒത്തിരിയേറെ അടയാളങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ബോധ്യമില്ലാതെ വരുമ്പോൾ ആണ് നമ്മളിങ്ങനെ അടയാളങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, അനുദിന ജീവിതത്തിലെ അൾത്താരയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ്. ഓരോ ദിവ്യബലിയും ഒത്തിരിയേറെ അനുഭവം എനിക്ക് തരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരിടം കൂടിയാണ് ഈ അൾത്താര എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അൾത്താരയിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഒത്തിരിയേറെ ദൈവാനുഭവം ഞാൻ അനുഭവിച്ചറിയാറുണ്ട്. ചിലപ്പോഴൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകുമ്പോഴൊക്കെ ഒത്തിരിയേറെ ചിലപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളിലൂടെയായിരിക്കും ഞാൻ കടന്നു പോകുന്നത്. പക്ഷേ അൾത്താരയ്ക്ക് അടുത്ത് ഞാൻ എത്തുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിപ്പിക്കുവാൻ അൾത്താരയിലേക്ക് കയറുമ്പോൾ എൻ്റെ എല്ലാ ശാരീരികമായ അസ്വസ്ഥതകളും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അൾത്താരയുടെ അല്ലെങ്കിൽ ദിവ്യബലിയുടെ അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ അഭിഷേകമാണെന്ന്
എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ധ്യാനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ സമയത്ത് പോകുന്നത് വരെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാകാം. നമ്മൾ മാനുഷികമായിട്ട് പറയുമ്പോൾ പല പല കാര്യങ്ങൾ, ചിലപ്പോൾ ശാരീരികമാകാം, മറ്റുള്ളവരിൽ നിന്നാകാം, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ അൾത്താരയിലോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ അതെല്ലാം എവിടെ പോകുന്നു എന്ന് ഞാൻ തന്നെ മറന്നു പോകാറ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഈ അൾത്താരയിൽ, പ്രത്യേകിച്ച് കാസയോടും പീലാസയോടും എനിക്കും നിങ്ങൾക്കും ചേർത്ത് വെച്ച് നമുക്ക് അഭിഷേകമാക്കി മാറ്റുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഏത് വിഷമങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും പ്രാർത്ഥന ചോദിച്ചാലും ഞാൻ അവരോട് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: അൾത്താരയിൽ സമർപ്പിക്കുക, കാസയോടും പീലാസയോടും നിങ്ങൾ ചേർത്ത് വയ്ക്കുക. അതെല്ലാം വലിയ അനുഭവവും അഭിഷേകവുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും മാറും എന്ന് തന്നെയാണ്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, യമനിലായിരുന്നപ്പോഴും ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അൾത്താരയിൽ പലപ്പോഴും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം എനിക്ക് ധൈര്യവും അതുപോലെ തന്നെ വലിയ അഭിഷേകവുമായിട്ട് മാറിയിട്ടുണ്ട്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലിവേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലിവേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ഞാൻ ഓർക്കുന്നത്, ഈ അടുത്ത കാലത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി തിരക്ക് പിടിച്ച് ഇറങ്ങാൻ നിൽക്കുന്നു. ആ സമയത്ത് എന്നെ ഒരു സഹോദരി പിറവം സൈഡിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം ഇന്നതായിരുന്നു: ഈ സഹോദരിയുടെ അമ്മ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട് ബൈപ്പാപ്പ് മെഷീൻ്റെ ഒരു സഹായത്തോടെ വീട്ടിൽ ഓക്സിജൻ എല്ലാം കൊടുത്ത് കിടക്കുന്ന അവസരം, എല്ലാവരും കൈയൊഴിഞ്ഞു, ഡോക്ടർ, വൈദ്യശാസ്ത്രം എല്ലാം കൈയൊഴിഞ്ഞ ഒരു സംഭവം. ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇവരോട് പറഞ്ഞു, ആ സഹോദരിയുടെ മകളാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, മോളെ, ഞാനിപ്പോൾ ഒരു ധ്യാനത്തിന് വേണ്ടി ഇറങ്ങാൻ ഒരല്പം തിരക്കിലാണ്. ഒരു കാര്യം ചെയ്യേ, തൽക്കാലം എൻ്റെ ചാനലിൽ സെർവൻ്റ് ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുന്ന ചാനലിൽ അതിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടുണ്ട്, അതുപോലെ പ്രസംഗങ്ങൾ കിടപ്പുണ്ട്. മോളത് പ്രത്യേകമായിട്ട് അമ്മച്ചിയുടെ തലയിണയുടെ അടുത്ത് വെച്ച് അത് കേൾപ്പിക്കുക. ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ പിന്നീട് എന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ധ്യാനിപ്പിക്കുവാനായിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ അവിടെ ചെന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഇവരോട് അധികം സംസാരിച്ചില്ലെന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കുർബാനയും എല്ലാം കഴിഞ്ഞപ്പോൾ കുർബാനയുടെ സമയത്ത് ഞാൻ പ്രത്യേകം സമർപ്പിച്ചു, ആരാധനയുടെ സമയത്ത് ഞാൻ പ്രത്യേകം സമർപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞാനുള്ള പള്ളിയിലേക്ക് തിരിച്ച് മടങ്ങുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് മിസ് കോളുകൾ കിടക്കണു. ഈ സഹോദരി എന്നെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സമയം ഒത്തിരി ലേറ്റായി, ഞാൻ തിരിച്ച് വിളിച്ചില്ല. ഞാൻ മെസ്സേജ് വിട്ടു, ഞാനിങ്ങനെ ധ്യാനം കഴിഞ്ഞ് ഇപ്പോഴേ ഇറങ്ങിയതുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഇത് കഴിഞ്ഞ് ഞാൻ വോയിസ് മെസ്സേജ് ഇവർ വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സഹോദരി പറയുകയായിരുന്നു, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ പാട്ടും അതുപോലെ തന്നെ പ്രസംഗങ്ങളും വചനങ്ങളും കേട്ടപ്പോൾ അമ്മച്ചി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞു, ബൈപ്പാപ്പ് മെഷീൻ എടുത്ത് മാറ്റുക, ഓക്സിജൻ എടുത്ത് മാറ്റുക. അപ്പോൾ ഇവർക്ക് വിശ്വാസം വന്നില്ല. അവർ അമ്മയുടെ അടുത്ത് ഈ സഹോദരിയുടെ ഭർത്താവും അതുപോലെ തന്നെ മോളും മാറി മാറി ഇരുന്ന് പേടിച്ചിട്ട് വല്ലതും സംഭവിക്കും. കാരണം ഡോക്ടർമാർ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു, വേറെ ഒന്നും ചെയ്യാനില്ല, ഈ മെഷീൻ്റെ സഹായത്തോടെ തുടരണമെന്ന് മാത്രം. അപ്പോൾ ഇവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഇവർ ഇപ്പോൾ ഇതെല്ലാം പരിപൂർണമായിട്ട് സൗഖ്യം പെട്ടു എന്ന പോലെ ഇവരിപ്പോൾ എല്ലാവരും കൂടി ദുബായിലേക്ക് പോയി. ഒരു ദിവസം എന്നെ വിളിച്ചിരുന്നു. മിശാൽ, പ്രിയമുള്ളവരെ, ഈ സംഭവം എനിക്ക് വ്യക്തിപരമായിട്ട് തരുന്ന ഒരു അനുഭവം ഇതാണ്. പലരും ചിലപ്പോൾ പല പല സീരിയസ് കേസുകൾ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ വിളിക്കും. ചിലപ്പോൾ വൈദ്യശാസ്ത്രം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയ കേസുകളായിരിക്കും. പക്ഷേ ഇതുപോലുള്ള അനുഭവങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് തരുന്ന ബോധ്യം ഇതാണ്:
ഏതൊക്കെ ആയിക്കൊള്ളട്ടെ, അവിടെയെല്ലാം ഈശോയ്ക്ക് ദിവ്യബലിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഇടപെടാൻ പറ്റാത്ത ഒരു സംഭവവുമില്ല. ഒരു വൈദ്യശാസ്ത്രം തഴഞ്ഞ കേസുകൾ പോലും ഈശോയ്ക്ക് തൊടുവാനായിട്ട് അധികം സമയത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ദിവ്യബലിയിൽ സമർപ്പിക്കാതെ വരുമ്പോൾ നമുക്ക് അനുഭവങ്ങൾ കുറഞ്ഞു വരും. എൻ്റെ വ്യക്തിപരമായ ജീവിതം ഇത് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഒത്തിരിയേറെ വ്യക്തികൾ ചിലപ്പോൾ ഓരോരോ നിയോഗങ്ങൾ, വലിയ സീരിയസ് കേസുകൾ പറഞ്ഞ് വിളിക്കും. പക്ഷെ അവിടെയെല്ലാം പിന്നീട് എനിക്ക് വലിയ ബോധ്യമായി തന്നത് ഇതാണ്: നമ്മൾ സമർപ്പിച്ച് ദിവ്യബലിയിൽ പ്രാർത്ഥിക്കുക. ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ തീർച്ചയായിട്ടും ഇടപെടും. അത് പല രീതിയിലായിരിക്കാം, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തായിരിക്കും. പക്ഷേ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെതാണ്. ഇന്ന് എന്നെ ശ്രവിക്കുന്ന നമുക്കെല്ലാം എൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ എന്നേക്കാളും വലിയ ബോധ്യങ്ങൾ ദൈവം നിങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളുണ്ടാകും. ചിലപ്പോൾ വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ സംഭവങ്ങൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങളിലൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന ദിവ്യബലിയുടെ ശക്തി തിരിച്ചറിയുവാൻ നമുക്ക് തരുന്ന ഒരനുഭവമാണെന്ന് മനസ്സിലാക്കുവാനും അതിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ, ദിവ്യബലിയിലേക്ക് കൂടുതൽ അടുക്കുവാൻ, ബോധ്യങ്ങൾ കൂടുതൽ ഉണ്ടാകുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.